എല്ലാവരും നന്നായിട്ട് യോഗം ചെയ്തു അല്ലേ? ഒരല്പസമയമെങ്കിലും മനസ്സിനെ പൂർണ്ണമായും ബാബയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? എല്ലാവർക്കും സാധിക്കും. ഓരോ ദിവസങ്ങളെ കഴിയും തോറും അല്ലെ മെഡിറ്റേഷന്റെ വളരെ ഡീപ്പായിട്ടുള്ളൊരവസ്ഥ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. തുടക്കത്തിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമുക്കതിനെ അഭ്യാസത്തിലൂടെ, ശീലത്തിലൂടെ നമുക്കതിനെ സഹജമാക്കാൻ സാധിക്കും. ഇന്നത്തെ ബാബയുടെ മധുര മഹാവാക്യം നമുക്ക് കേൾക്കാം. ബാബ നമ്മളെ വിളിക്കുന്നത് തന്നെ അല്ലെ മധുരമായ കുട്ടികളെ എന്ന് പറഞ്ഞിട്ടാ വിളിക്കുക അല്ലെ. നമ്മള് എത്ര ഭാഗ്യശാലിയാണ് എന്നാലോചിച്ച് നോക്കും. സ്വയം ഭഗവാൻ നമ്മളെ വിളിക്കുന്നത് എന്താ? മധുരമായ കുട്ടി എന്നാണ്. ഇന്ന് ബാബ പറഞ്ഞത് നമ്മുടെ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ബാബ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യൂ, ഞാൻ ആത്മാവാണ്. അഭ്യസിക്കാൻ ബാബ പറയാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരും നോക്കണം, എത്രയോ ജന്മങ്ങളായിട്ട് ശരീരത്തിന്റെ ബോധത്തിലാണ്. ഈ കാണുന്ന ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ച് ദേഹത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഈ ദേഹത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം നമ്മളെപ്പോഴും ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ? പക്ഷെ ബാബ നമുക്ക് കുട്ടികൾക്ക് നൽകിയ ഏറ്റവും വലിയ സത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കി തന്നു. കുട്ടികളെ, ഈ കാണുന്ന ശരീരമല്ല നിങ്ങളൊരു ആത്മാവാണ്. പക്ഷെ നമ്മളത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ ആത്മബോധത്തിലേക്ക് വരാനായിട്ട് പറ്റില്ല. നമ്മൾ പറയില്ലേ, ശീലിച്ചതേ പാലിക്കൂ എന്ന് പറയും അല്ലെ? അപ്പൊ കഴിഞ്ഞ 63 ജന്മങ്ങളായിട്ടുള്ള നമ്മുടെ ശീലം ദേഹബോധമാണ്. പക്ഷെ ഇപ്പൊ ബാബ കുട്ടികൾക്ക് പഠിപ്പിച്ചു, ദേഹബോധം അസത്യമാണ്, സത്യബോധം ആത്മബോധമാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് നടന്നെടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ദേഹബോധത്തിൽ നിന്നും, ദേഹത്തിന്റെ ഭാരത്തിൽ നിന്നും നമുക്ക് ആത്മബോധത്തിലേക്ക്, ആത്മാഭിമാനിയായിട്ട് മാറണമെങ്കിൽ അതിനുള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. അതാണ് ഇന്ന് ബാബ പറയുന്നത്, ദേഹബോധത്തെ ഉപേക്ഷിക്കാൻ. ഞാൻ ഈ കാണുന്ന ശരീരമാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് അല്ലെ? ഇന്ന ജോലി എനിക്കുണ്ട്, ഇന്ന പദവിയിലാണ് ഞാൻ ഇരിക്കുന്നത്, അധികാരം എനിക്കുണ്ട് അല്ലെ? എനിക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ പണം എനിക്കുണ്ട് അല്ലെ? ഇതൊക്കെ ബാബ പറയുന്നത് ശരീരത്തിന്റെ ബോധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും, ഏത് അധികാരത്തിന്റെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും, എത്ര വലിയ ധനികനാണെങ്കിലും, ഇതൊക്കെ പോകാൻ എത്ര മതി സമയം? ഒരു സെക്കൻഡ് അല്ലെ? എന്തൊക്കെ ഭൗതികമായിട്ട് ശരീരത്തിന്റെ ബോധത്തിലെ നമ്മൾ മുറുക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ വിട്ടുപോകാൻ എത്ര സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ? ഒരു സെക്കൻഡ്. അതുകൊണ്ടാണ് ഇന്ന് ബാബ കുട്ടികളോട് പറയുന്നത്, കുട്ടികളെ ദേഹബോധത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. ശിവ് ബാബയെ നമ്മൾ ഓർമ്മിക്കണം അല്ലെ? ശിവ് ബാബ നമുക്ക് ആത്മാക്കൾക്ക് അച്ഛനാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു സ്നേഹമാണ് അല്ലെ? പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവരാരും ഇവരാരും അതായിരുന്നു നമ്മുടെ വിചാരം അല്ലെ? അപ്പുറത്തെ വീട്ടിലുള്ളവരും ഇപ്പുറത്തെ വീട്ടിലുള്ളവരും, നാട്ടിൽ ആരെ കണ്ടാലും നമുക്ക് എന്താണ്, അവരൊക്കെ അന്യരാണ്, അവരൊക്കെ അന്യരാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല അല്ലെ? നമ്മളെപ്പോ പരമാത്മാവിന്റെ സന്താനങ്ങളാണെന്ന് മനസ്സിലാക്കിയോ, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കാണുമ്പോഴും നമുക്ക് എന്താ തോന്നുക? ഇവരെന്റെ ആത്മസഹോദരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ശിവ് ബാബയെ ഓർമ്മിച്ച് ഓർമ്മിച്ച് നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകണം. ഏത് വീട്? ഇപ്പൊ ഇരിക്കുന്ന വീടിന്റെ കാര്യമാണോ ബാബ പറയുന്നത്? ഇപ്പൊ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അല്ലേ? എന്നിട്ട് ബാബ പറയുന്നത് എന്താ? കുട്ടികളെ, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എത്ര കാലങ്ങളായി നമ്മുടെ വീട് വിട്ടിട്ട് വന്നിരിക്കുന്നത്? ഇപ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ അച്ഛനോ അമ്മയൊക്കെ ദൂരെ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മുടെ കുട്ടികൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം.
അപ്പോ ആരുടെയെങ്കിലും ഒക്കെ അച്ഛൻ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്താണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറയട്ടെ. എന്റെ വീട്ടിൽ പോവാണ്. 3 വർഷം കഴിഞ്ഞിട്ടാ പോണ്, അല്ലെ 4 വർഷം കഴിഞ്ഞിട്ടാ പോണത്. അപ്പൊ അവർ എത്ര സന്തോഷത്തോടുകൂടെ, എത്ര അവർക്ക് രാത്രിയും പകലും അവർക്കൊരു ചിന്ത ഇതായിരിക്കും, വീട്ടിൽ പോവാണ്, 2-3 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതേപോലെ ബാബയും പറയുന്നത്, നമ്മുടെ കുട്ടികളും എന്ത് ചെയ്യണം, രാവും പകലും നമുക്ക് ഒരൊറ്റ ചിന്തയുണ്ടായിരിക്കണം, മടക്കയാത്രയുടെ സമയമാണ്. മടക്കയാത്ര എവിടേക്കുള്ളതാണ്? ആത്മലോകത്തിലേക്കുള്ളതാണ്. നമ്മൾ എല്ലാ ആത്മാക്കളും നോക്കൂ, പരംധാമത്തിൽ നിന്നും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വരുമ്പോ നമുക്ക് ഈ ശരീരം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോ നമുക്ക് കിട്ടിയതാണിത്, അല്ലെ? വന്നപ്പോ നമുക്ക് നമ്മുടെ പാർട്ട് അഭിനയിക്കാനും, കർമ്മക്ഷേത്രത്തിൽ നമുക്ക് അല്ലെ അഭിനയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം വേണ്ടേ? ആ ഒരു ഉപകരണം മാത്രമാണ് ഈ ദേഹം എന്ന് പറയുന്നത്. പക്ഷെ ജന്മാന്തരങ്ങൾ നമ്മൾ ഈ ദേഹം വിട്ട് ദേഹത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ഈ ദേഹത്തിനോട് അറ്റാച്ച്മെന്റ് വന്നു. ദേഹത്തിനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് വന്നു. ദേഹത്തിനോട് മാത്രമല്ല, ദേഹസംബന്ധമായിട്ട് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനോടെല്ലാം നമുക്ക് അറ്റാച്ച്മെന്റ് വന്നു. അതുകൊണ്ടാണ് വിടാൻ നമുക്ക് ബുദ്ധിമുട്ട്. എന്ന ബാബ കുട്ടികളോട് പറയുന്ന, കുട്ടികളെ നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് ഈ ദേഹത്തിൽ നിന്നും വിടണം. ദേഹവുമായിട്ട് ചുറ്റുമുള്ള ഏതൊക്കെ കെട്ടുകളുണ്ടോ ഈ കെട്ടിൽ നിന്ന് നിങ്ങൾ വിടണം. ആത്മാവിനെ തനിച്ച് പരംധാമത്തിലേക്ക് പോകും. ആരും വരില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ നാടകവേദിയിലേക്ക് വന്നത്. നമ്മുടെ പാർട്ടിന്റെ സമയമായപ്പോ നമ്മൾ ഈ നാടകവേദിയിലേക്ക് വന്നു. ഇവിടെ നമ്മളെ പാർട്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ആരെയൊക്കെ കിട്ടി? നമ്മുടെ ബന്ധുമിത്രാദികളായിട്ടും നമ്മുടെ സ്വന്തം ബന്ധങ്ങളായിട്ടും ഒക്കെ നമുക്ക് ആരെയൊക്കെ കിട്ടി. പക്ഷെ ഇനി നമുക്ക് മടക്ക യാത്രയുടെ സമയമാകുമ്പോ ഇതൊക്കെ നമ്മൾ വിടണം. വിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന് ബാബയോടൊപ്പം നമുക്ക് പോകണം. ഇന്നത്തെ ബാബ മുരളിയുടെ ഹെഡിങ്ങിലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞുതരുന്നത്. എല്ലാരും ബാബയോടൊപ്പം പോകാൻ തയ്യാറല്ലേ? ആരൊക്കെ തയ്യാറാണ്? അല്ലെ? എല്ലാരും കൈ കാണിച്ചു നോക്കിട്ട് തയ്യാറാണോ എന്നുള്ളത്. അല്ലെ, യൂട്യൂബിൽ ഒരുപാട് പേരുണ്ടായിരിക്കും. അവരൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് അല്ലെ ലൈവായിട്ടൊന്ന് കമന്റ്സ് എങ്കിലും ഇട, പോവാൻ റെഡിയാണെന്നുള്ളത്. ഭഗവാൻ വന്നിരിക്കുകയാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാൻ, അല്ലെ? ഭഗവാൻ തന്റെ 1000 കൈകളും നീട്ടിയിട്ട് ഭഗവാൻ പറയാണ്, കുട്ടികളെ തിരിച്ച് പോകാം, നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് അങ്ങ് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ ബാബയോടൊപ്പം പോകാൻ നമ്മൾ റെഡിയാക്കുക. ഇന്ന് ശിവ് ബാബ നമ്മുടെ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലെ? ബാബയുടെ മുരളി എങ്ങനെയാണല്ലോ, മുരളിയിൽ ആദ്യം ഒരു ഹെഡിങ് ഉണ്ടാകും. ഹെഡിങ്ങിന് ശേഷം ബാബ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കും. നോക്കൂ, നമ്മള് മുരളിയിൽ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ ദിവസത്തെ ക്ലാസ്സിലെ ഭഗവാൻ സംഗം യുഗത്തില് നമുക്ക് 3 സംബന്ധമാണ് പ്രധാനമായിട്ട്. ഒന്ന്, നമുക്ക് ആത്മാവിന് സർവബന്ധുവാണ് പരമാത്മാവ്. പക്ഷെ സംഗം യുഗത്തിലെ ബാബ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലെ 3 സംബന്ധങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നുണ്ട്. അതിലൊന്ന് ബാബ നമുക്ക് അച്ഛനാണ്. ഒരു അച്ഛൻ എന്നുള്ള രീതിയിലെ ഭഗവാൻ നമുക്ക് നൽകുന്നത് ആത്മീയ സമ്പത്തുകളാണ്. 2, ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഉയർന്ന അധ്യാപകനാണ്, പരമമായ അധ്യാപകനാണ്. അപ്പൊ ബാബ മുരളി പറയുന്ന സമയത്ത് ബാബ ആരാണെന്നറിയോ നമുക്ക്? അല്ലെ, നമ്മുടെ ടീച്ചറാണ്. അപ്പോ സാധാരണ കുട്ടികളുടെ മുന്നിൽ ടീച്ചർ അങ്ങനെയാണല്ലോ, അല്ലെ? കുട്ടികളെ ഒന്ന് അലർട്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ എപ്പോഴും ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്നതിന് വേണ്ടി ടീച്ചർമാർ എന്ത് ചെയ്യും? കുട്ടികളോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് ശിവ് ബാബ തന്റെ മക്കളോട് ചോദിക്കുകയാണ്. എന്താണ് ബാബയുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയട്ടെ? ശിവ് ബാബയ്ക്ക് ഏതു കുട്ടികളോടാണ് വളരെ വളരെ ദയ തോന്നുന്നത്? ശ്രദ്ധിക്കൂ എല്ലാരും, അല്ലെ? ഭഗവാനെ തൻ്റെ ഏതു കുട്ടികളോടാണ് വളരെ വളരെ ദയ തോന്നുന്നത്? ബാബന്ന് ഉത്തരം എന്താ പറഞ്ഞെന്നറിയൂ? ഏതു കുട്ടികളാണോ തൻ്റെ വില പിടിച്ച സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെ? പണ്ടേ നമ്മള് എപ്പോഴും എന്ത് ചെയ്യുന്ന പറഞ്ഞ സമയത്തിന് ഇങ്ങനെ നമ്മൾ കളയും. വെറുതെ അവരോട് സംസാരിച്ച് ഇവരോട് സംസാരിച്ച്, അല്ലെ? അത് ചെയ്ത് ഇത് ചെയ്ത്. പക്ഷെ ബാബ എപ്പോഴും പറയും, കുട്ടികളെ സംഗം യുഗത്തിലെ
ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാരും ബാബയുടെ കുട്ടികളായി മാറി അല്ലെ? സംഗം യുഗം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സമയമുള്ള പീരീഡാണ് സംഗമയുഗം. സത്യയുഗം 1250 വർഷമുണ്ട്, ത്രേതായുഗം 1250 വർഷമുണ്ട്, ദ്വാപരയുഗം അത്രയുണ്ട്, കലിയുഗം അത്രയുണ്ട്. പക്ഷെ സംഗമയുഗം എത്രയാ? സംഗമയുഗം എത്രയാണ്? എത്ര കുറച്ച് സമയമുള്ളൂ, വളരെ കുറഞ്ഞ സമയം. ആ കുറഞ്ഞ സമയത്തിൽ നോക്കൂ, ബാബ 1936 ബാബ വന്നു കഴിഞ്ഞു അല്ലെ? ഭഗവാൻ തന്റെ കാര്യം ആരംഭിച്ചിട്ട് ഇത്ര വർഷങ്ങളായിരിക്കുന്നു. ഭഗവാൻ തന്റെ കർത്തവ്യം 1936 ബ്രഹ്മ ബാബയിലൂടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഏകദേശം ബാബയുടെ അല്ലെ കർത്തവ്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പോലും നമ്മൾ കുട്ടികളോട് വേഗം റെഡിയാകൂ, വേഗം റെഡിയാകൂ, പരംധാമത്തിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയം. ആ സമയത്തല്ലേ നമ്മളെല്ലാരും ബാബയുടെ അടുക്കിലേക്ക് ഓടി ഓടി വന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ വളരെ ലാസ്റ്റിൽ വന്ന കുട്ടികളാണ്. പക്ഷെ ലാസ്റ്റിൽ വന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യണ്ട, അയ്യോ ഞാൻ അവസാനല്ലേ വന്നത്. പക്ഷെ ബാബ എപ്പോഴും പറയും, കുട്ടികളെ അവസാനം വന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറയട്ടെ, വളരെ നന്നായിട്ട് വേഗത്തിൽ പുരുഷാർത്ഥം ചെയ്യും, സ്പീഡിലുള്ള പുരുഷാർത്ഥം ചെയ്യും. സ്പീഡിലുള്ള പുരുഷാർത്ഥം ചെയ്ത് എത്ര നിങ്ങളുടെ മുന്നിൽ സമയം കടന്നു പോയോ ആ സമയത്തിലെ മുഴുവൻ പുരുഷാർത്ഥത്തിന്റെ ലാഭം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അത് എടുക്കണമെങ്കിൽ സംഗമയുഗത്തിലെ ഒരു സെക്കൻഡ് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്തരുത്. അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, കണ്ണ് തുറക്കുമ്പോഴേ ബാബ ഗുഡ് മോർണിംഗ്. അങ്ങനെ രാത്രി വരയ്ക്കും, നമ്മൾ ഉറങ്ങുന്ന സമയം വരയ്ക്കും എത്ര സെക്കൻഡുകളുണ്ടോ, എത്ര ശ്വാസങ്ങളുണ്ടോ, എത്ര സങ്കല്പങ്ങളുണ്ടോ, എത്ര നിമിഷങ്ങളുണ്ടോ, എത്ര ഹൃദയത്തിന്റെ മിടിപ്പുകളുണ്ടോ, അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ, ബാബ. ഇനി ആര് വേണം നമുക്ക് ഈ ലോകത്തിൽ അല്ലേ? ആരെങ്കിലും ഈ ലോകത്തിൽ നമ്മളെ രക്ഷിക്കാം എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ടോ? കലിയുഗ ലോകത്തിൽ ഒരാള് പോലും തന്നിട്ടില്ല, ഒരാള് പോലും തന്നിട്ടില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ, ആർക്ക് വേണ്ടി 24 മണിക്കൂർ സമയം നിങ്ങൾ ചെലവഴിച്ചോളൂ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്ത് സമ്പത്ത് വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷെ അവര് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാരണ്ടി തരില്ല, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം. പക്ഷേ ആ ഗ്യാരണ്ടി സംഗം യുഗത്തിലെ ഭഗവാൻ മാത്രമാണ് നമുക്ക് നൽകുന്നത്. ആ ഗ്യാരണ്ടി ഭഗവാൻ മാത്രം നമുക്ക് നൽകുമ്പോൾ ആ ഭഗവാന്റെ ഓർമ്മയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ, ഓരോ സെക്കൻഡിലും കഴിഞ്ഞു പോകണം, ഓരോ ശ്വാസത്തിലും ബാബയായിരിക്കണം. മനസ്സിന്റെ ഓരോ സങ്കല്പങ്ങളും പോകുമ്പോഴും ആ ഓരോ സങ്കല്പത്തിലും ബാബ അടങ്ങിയിരിക്കണം. അതാണെന്ന് ബാബ പറയുന്നത്, സമയത്തെ കളയണ്ട. അങ്ങനെ ആർക്കുണ്ട് ശീലം? രാവിലെ എണീച്ച് അവരോട് കഥ പറഞ്ഞ് ഇവരോട് കഥ പറഞ്ഞ് അല്ലെ, ആ കാര്യം ചെയ്ത് ഈ കാര്യം ചെയ്ത് കുറെ സമയം മൊബൈലൊക്കെ നോക്കി അങ്ങനെ സമയം പാഴാക്കി കളയുന്നുണ്ടോ? കളയാൻ പാടില്ല. ബാബ പറയണത്, ബാബയുടേതായി മാറിയിട്ട് ചില കുട്ടികൾ എങ്ങനെയെന്നറിയോ, ഒരു സേവയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, പുരുഷാർത്ഥമേ ചെയ്യില്ല. പേരിന് ബാബയുടെ കുട്ടിയായി മാറിയിട്ടുണ്ടാവും, പക്ഷെ അവര് ബാബയെ ഓർമ്മിക്കുന്നുണ്ടാവില്ല, ബാബയുടെ ശ്രീമത്തൊന്നും അനുസരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഈശ്വരൻ്റെതായി മാറിയിട്ടും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ മക്കളെ തന്നെ നമ്മൾ നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂളാണ്. അവിടുത്തെ ടീച്ചർമാരെല്ലാം വളരെ എന്താ പറയുക, നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ടീച്ചേഴ്സാണ്. സ്കൂള് നല്ലതാണ്, പഠിപ്പിക്കുന്ന അധ്യാപകര് നല്ലതാണ്. പക്ഷെ കുട്ടി ഒറ്റെണ്ണം പഠിക്കില്ല. കുട്ടി രാവിലെ എണീച്ച് സ്കൂളിൽ പോവും, വൈകുന്നേരമായി സ്കൂളിൽ നിന്ന് വരും, പുസ്തകവും ഹോംവർക്കും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്, കുട്ടി ഒന്നും പഠിക്കില്ല. സ്കൂളിനെ കുറ്റം പറയാൻ പറ്റൂ? അല്ലെ? അധ്യാപകരെ കുറ്റം പറയാൻ പറ്റൂ? ഇല്ല. നമ്മുടെ കുട്ടിയാണ് മോശം അല്ലെ, നമ്മുടെ കുട്ടിയെ പഠിക്കാത്തത്. അതേപോലെ നോക്കൂ, നമ്മളും ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയത്തിലേക്ക് നമ്മൾ ചേർന്നു അല്ലെ, ഭഗവാന്റെ വിദ്യാലയത്തിലേക്ക് പഠിക്കാനായിട്ട് നമ്മൾ വന്നു. ഭഗവാൻ നമ്മളെ എല്ലാ ദിവസവും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാനെ പഠിപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ്. രണ്ടാമത്തെ ചുമതല ആർക്കുള്ളതാണ്? പഠിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല. അതുകൊണ്ടാണ് പണ്ടേ നമ്മൾ പറയില്ലേ, താൻ പാതി ദൈവം പാതി അല്ലെ. അപ്പോ ഭഗവാന്
ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മളും ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ആരാണ് പുരുഷാർത്ഥത്തില് ശ്രദ്ധയില്ലാത്ത കുട്ടികള്, അവരെ കാണുമ്പോ ബാബയ്ക്ക് നല്ല പോലെ ദയ തോന്നുന്നു. ബാബയ്ക്ക് കുട്ടികളെ കാണുമ്പോ പാവം തോന്നുന്നു. എന്താ കാര്യം? ഈ ലോകത്തിൽ കോടാനുകൂടി മനുഷ്യര്, അതെന്ന് ഭഗവാൻ നമ്മളെ തെരഞ്ഞെടുത്തു ഇല്ലയോ? അല്ലെ? നമ്മളെല്ലാരും നോക്ക്, തത്വമസി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും അല്ലെ? യൂട്യൂബ് വഴിക്കോ ഫേസ്ബുക്ക് വഴിക്കോ സൂം വഴിക്കോ നമ്മൾ ജോയിൻ ചെയ്തു. ഈ കഴിഞ്ഞ 28 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകളിലേക്ക് ആരാ വന്നത്? ഈശ്വരനാണ് വന്നത് അല്ലെ? ഭഗവാനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഭഗവാനെ നമ്മളെ കിട്ടി. സ്വയം ഭഗവാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകത്തിൽ കോടാനുകൂടി മനുഷ്യരുണ്ട്. ദൈവത്തിന് മക്കളില്ലാത്തതിന്റെ കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ട് ദൈവത്തിന് മക്കള്. പക്ഷെ എന്നിട്ടും നമ്മളെ ബാബ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യശാലികളാണ്. അപ്പൊ ബാബ പറയുന്നത്, അങ്ങനെ ഭഗവാൻ തിരഞ്ഞെടുത്തിട്ടും ഭഗവാന്റെ സെലക്ഷനിലേക്ക് വന്നിട്ടും ചില കുട്ടികൾ ഒരു പുരുഷാർത്ഥം ചെയ്യില്ല, പഠിക്കേയില്ല. നമ്മൾ പറയില്ലേ അലസരാവുക എന്ന് പറയില്ലേ, അങ്ങനെയും കുട്ടികളുണ്ട്. ബാബ പറയുന്ന കുട്ടികളെ, എന്ത് നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതിനെ നിങ്ങൾ ദാനം ചെയ്യും അല്ലെ? ഭഗവാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? നമ്മൾ എത്രയെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേട്ടതൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിലൂടെ ഒന്നും കൂടെ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടൊന്ന് കേട്ടു നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്തൊക്കെ നിങ്ങൾക്ക് പിന്നെ ഹോംവർക്കുകൾ തന്നു, ആ ഹോംവർക്കുകളെല്ലാം നിങ്ങൾ ഒന്നും കൂടെ എല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കൂ സമയം കിട്ടുമ്പോൾ. എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ? അപ്പൊ എന്ത് ഭഗവാൻ നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ടോ അത് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ വെക്കണം, ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ബുദ്ധിയിൽ ധാരണയും ചെയ്യണം, ഒപ്പം നമ്മൾ അതിനെ ദാനം കൂടെ ചെയ്യും, മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, എന്ത് പഠിപ്പുണ്ടോ, എന്ത് വിദ്യ കയ്യിലുണ്ടോ ആ വിദ്യയെ മറ്റൊരാൾക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു നോക്കും അല്ലെ? അത് നമ്മുടെ ഉള്ളിൽ ഒന്നും കൂടെ ഉറയ്ക്കും, നമ്മുടെ ഉള്ളിൽ അത് വർദ്ധിക്കും. അതുപോലെ ഇന്ന് ബാബ കുട്ടികളോട് പറയുന്നത്, ഈ ജ്ഞാനത്തിന്റെ രത്നങ്ങൾ എന്ത് ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിച്ചോ അതിനെ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ ദാനം ചെയ്യും. എന്നാൽ നമുക്ക് ഒരിക്കലും ബാബയുടെ ജ്ഞാനത്തെ ഒരാൾക്ക് ഇഷ്ടമില്ല കേൾക്കാൻ, പക്ഷെ നമ്മൾ അതിനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് കേൾക്കൂ പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ആത്മാക്കൾക്ക് ഈ ജ്ഞാനം കേൾക്കാനായിട്ട് ദാഹിക്കുന്നവരുണ്ടാകും. ചില ആത്മാക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനം കേൾക്കാനായിട്ട് അവരുടെ ബുദ്ധി റെഡി ആയിരിക്കും, ബുദ്ധിയാകുന്ന പാത്രം റെഡി ആയിരിക്കും. അവർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ജ്ഞാനം കൊടുക്കുക തന്നെ വേണം. ഇന്ന് ബാബ ഗീതത്തിൽ പറഞ്ഞത് എന്താണെന്നറിയൂ? ഭാഗ്യത്തെ ഉണർത്താനായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? ഭഗവാനെ കിട്ടിയതോടുകൂടെ നമ്മുടെ സൗഭാഗ്യമാണിത്, ഏറ്റവും വലിയ ഭാഗ്യം. ബാബ എപ്പോഴും പറയും, സൗഭാഗ്യം എന്നുള്ള ശബ്ദം പോലും പറയണ്ട, പദമാപദം ഭാഗ്യം എന്ന് പറയും. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആർക്കൊക്കെ എനിക്ക് ഭഗവാനെ കിട്ടിയപ്പോൾ അത് ഭാഗ്യാണെന്ന് തോന്നിയിട്ടുണ്ട്? അവരൊന്ന് കൈബന്ധിക്കു നോക്കട്ടെ. എല്ലാവർക്കും അല്ലെ? ഭഗവാൻ എന്ന് വെച്ചാൽ തന്നെ എന്താ? ഭാഗ്യവിദാതാവെന്ന്, ഭാഗ്യം നൽകുന്ന ആളാണ്. ആ ഭാഗ്യം നൽകുന്ന ആളെ തന്നെ നമ്മളിവിടെ സ്വന്തമാക്കി. അപ്പോ ഭഗവാനെ തന്നെ നമ്മൾ സ്വന്തമാക്കുമ്പോ നമ്മുടെ ഉള്ളിലെ ഭാഗ്യം ഉണരുകയാണ്. അതും ബാബ എന്താ പറയണെന്നറിയൂ? ഈ സംഗം യുഗത്തിലേക്ക് മാത്രല്ല ബാബ കുട്ടികൾക്ക് ഭാഗ്യം നൽകുന്നത്, അനേക ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യം ബാബ കുട്ടികൾക്ക് നൽകുകയാണ്. പിന്നെ ബാബ ഇന്ന് ധാരണയിലെ പ്രധാനമായിട്ടും പറയുന്നത്, എല്ലാരും എഴുതൂ, ധാരണ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുഴുവൻ മുരളിയുടെയും എസൻസ് ആണ്, സാരമാണ്. ഇപ്പൊ ബാബയുടെ മുരളി എന്ന് പറയുന്നത് 4 പേജോളം ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ 4 പേജ് മുരളിയൊന്നും നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ മുരളിയിൽ തന്നെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉണ്ടാവും. ആ പോയിന്റുകളെയാണ് ബാബ ധാരണ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ധാരണയിൽ കേൾക്കണം. ആ കേട്ടതിനെ അന്നേ ദിവസം തന്നെ നമ്മൾ ധാരണയും കൂടെ ചെയ്തു ജീവിതത്തിൽ നമ്മൾ അതിനെ പകർത്തണം. കാരണം ബാബ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ബാബ നമ്മുടെ സുപ്രീം ആയിരിക്കുന്ന ടീച്ചറാണ്. ഇനി ബാബ നമ്മുടെ സത്യമായ ഗുരു കൂടിയാണ്, സദ്ഗുരുവാണ് അല്ലെ? അച്ഛനായിട്ട് ബാബ കുട്ടികൾക്ക് സമ്പത്ത് നൽകും, ആത്മീയ സമ്പത്തുകൾ നൽകും. അതാണ് ശാന്തിയും
സുഖവും സന്തോഷവും സ്നേഹവും പവിത്രതയും ഗുണങ്ങളും ശക്തികളും ഇതൊക്കെ ഭഗവാൻ കുട്ടികൾക്ക് നൽകുന്ന ആത്മീയ സമ്പത്തുകൾ. ലോകത്തിൽ ഏതൊരു അച്ഛനും ഈ സമ്പത്ത് നൽകാൻ പറ്റില്ല. പറ്റും തോന്നുന്നുണ്ടോ? ബീനാസ്റ്റർ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? ലോകത്തിൽ ഒരു അച്ഛനും ഈ ആത്മീയ സമ്പത്ത് തരാൻ പറ്റില്ല. അവര് ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കും, നമുക്ക് വീട് തരുമായിരിക്കും, സമ്പത്തുകൾ തരുമായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും ശക്തികളും ഗുണങ്ങളും നിറയ്ക്കാൻ നൽകുന്നത് നമ്മുടെ ആത്മീയ പിതാവായിരിക്കുന്ന ശിവബാബയ്ക്ക് മാത്രമാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സമ്പത്ത് എടുക്കേണ്ടത്? അതാണ് ബാബ നമുക്ക് മുരളിയിലൂടെ ബാബ പറഞ്ഞത്. ഭഗവാനിൽ നിന്നുള്ള സമ്പത്ത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. യോഗ്യപുത്രന്മാർക്ക് മാത്രമാണ് ബാബ കൊടുക്കുന്നത്. യോഗ്യത വേണം. നമ്മുടെ വീടുകളിലെ അങ്ങനെയല്ലേ അല്ലെ? ഒരച്ഛനെ നോക്കും, നിറയെ സമ്പത്തുണ്ടെന്ന് വിചാരിക്കാം. അല്ലെ, 2 മക്കളുണ്ട്. അതിലൊരു മകൻ എന്ന് പറഞ്ഞ ആകെ ദൂർത്തടിക്കുന്ന ആളാണ്. എത്ര സമ്പത്തുണ്ട്, കിട്ടിയ കാശ് മുഴുവൻ കടവും അല്ലെങ്കിൽ സമ്പത്തിനെ മുഴുവൻ വേസ്റ്റ് ആക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ മകൻ അങ്ങനെയല്ല. അദ്ദേഹം വളരെ നന്നായിട്ട് സമ്പത്തിനെ വിനിയോഗിക്കുന്ന ആളാണ്. അച്ഛൻ എന്താ ചെയ്യാൻ? ഇത്തിരിയൊക്കെ കൊടുക്കും വലിയ ആൾക്കും അല്ലെ, ഇത്തിരിയൊക്കെ കൊടുക്കും. പക്ഷെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ, ആരാണോ സമ്പത്തിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് ആ ആൾക്ക് കൊടുക്കാനായിരിക്കും അച്ഛനെ ഇഷ്ടം. യോഗ്യത നോക്കും. നോക്കി, ഇതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യ ആത്മാക്കളും ശിവബാബയുടെ മക്കളാണ്. പക്ഷേ ബാബയിൽ നിന്നുള്ള സമ്പത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകളെ കുറിച്ചാണ് ബാബ പറയുന്നത്. ബാബ പറയുന്ന ഈ കാര്യങ്ങളെ ധാരണ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ യോഗ്യതകൾ ഉണ്ടാകും. അതാണ് എന്താ ബാബ ധാരണയിൽ പറയുന്നത്. അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കണം. ധാരണയില് ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ. അതിരാവിലെ എഴുന്നേറ്റേ വിചാരസാഗര മനനം ചെയ്യണം. ബാബ നൽകുന്ന ജ്ഞാനത്തെ മനനം ചെയ്യണം, നമ്മൾ മന്ഥനം ചെയ്യുക എന്ന് പറയും. ഇതുപോലെ നമ്മൾ പറയില്ല, അയവിറക്കുക എന്ന് പറയും അല്ലെ? നോക്കൂ, അയവിറക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദഹിപ്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് ഊർജമാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അല്ലെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം? അത് ദഹിക്കണം. അപ്പോഴാണ് അത് ഊർജമാകുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് ജ്ഞാനം നൽകുന്നു. പക്ഷെ ആ ജ്ഞാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്മരിക്കണം. അത് രാവിലെ പ്രഭാതത്തിൽ ബാബയുടെ മുരളി കേൾക്കുമ്പോൾ ആ മുരളിയിൽ എന്ത് ബാബ പറഞ്ഞ കാര്യങ്ങളുണ്ടോ, പകൽ സമയത്ത് കർമ്മക്ഷേത്രത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ ജ്ഞാനത്തെ നമ്മൾ എന്ത് ചെയ്യുക? സ്മരിക്കണം. ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് ബാബ വിചാരസാഗര മനനം എന്ന് പറയുന്നത്. മുരളി പഠിച്ചേ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ധാരണ ചെയ്യും. ദിവസേന മുരളി പഠിക്കണം. ഒരു ദിവസം പോലും നമ്മൾ ഈ ജ്ഞാനമുരളി മുടക്കാൻ പാടില്ല. ഇത് ആത്മാവിനുള്ള ആഹാരമാണ്, നമ്മുടെ ബുദ്ധിക്കുള്ള ടോണിക്കാണ്. അതാണ് ബാബയുടെ മുരളി എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ദിവസം പോലും ഈ ടോണിക്ക് കഴിക്കുന്നത് ഒഴിവാക്കാനേ പാടില്ല. ഡോക്ടർമാരെ പോലും അങ്ങനെയല്ലേ അല്ലെ? ഒരു രോഗി ഡോക്ടറുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? മരുന്നൊക്കെ എഴുതി കൊടുക്കും അല്ലെ? ഈ നേരത്തെ ഈ മരുന്ന് കഴിക്കണം, അടുത്ത നേരത്തെ ഇന്ന് ടോണിക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ രോഗി എന്ത് ചെയ്യണം? അതെല്ലാം അതേപോലെ അനുസരിക്കണം. അതേപോലെ അനുസരിക്കുമ്പോഴാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ കോഴ്സ് പൂർത്തിയാകുന്നതോടുകൂടെ ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കും. രോഗം ഭേദമാകും. നോക്ക്, നമ്മളെല്ലാവരും ബാബയുടെ കുട്ടികളായിട്ട് നമ്മൾ മാറിയപ്പോൾ നമുക്കും ശരീരത്തിനല്ല രോഗം, അതിനേക്കാൾ രോഗമാണ് നമ്മുടെ മനസ്സിൽ. മനസ്സിന്റെ ദുഃഖം മനസ്സിന്റെ രോഗമാണ്. മനസ്സിന്റെ നിരാശ മനസ്സിന്റെ രോഗമാണ് അല്ലെ? മനസ്സിന്റെ വിഷമങ്ങള്, മനസ്സ് ദുർബലപ്പെടുക, മനസ്സിൻ്റെ ഉള്ളിൽ വികാരങ്ങൾ കെട്ടിക്കിടക്കുക, പാപത്തിന്റെ വാസനകൾ, ഇതൊക്കെ ഒരു രോഗമാണ്. നമ്മളും വൈദ്യനാഥനായിരിക്കുന്ന ശിവബാബയുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. നമ്മള് രോഗങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ, എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാണ് നമ്മൾ ബാബയുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണപ്പോ? ഭഗവാൻ ദിവസേന നമുക്ക് നൽകുന്ന ജ്ഞാനമാകുന്ന ടോണിക്ക് നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കണം. നമ്മുടെ ബുദ്ധിക്ക് ജ്ഞാനമാകുന്ന ടോണിക്ക് കൊടുത്ത് നമ്മള് എന്തൊക്കെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളുണ്ടോ
ആ രോഗത്തിൽ നിന്നെല്ലാം മുക്തമാകും. വേണോ വേണ്ടയോ? അതോ ഈ രോഗം വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാന്നൊരു തോന്നലുണ്ടോ? ആർക്കൊക്കെ മനസ്സിന്റെ രോഗം മാറ്റണമെന്നുണ്ട് അല്ലെ? ആർക്കൊക്കെ ഉണ്ട്? എല്ലാവർക്കും ഇല്ലേ അല്ലെ? അതോ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ്? അല്ല, രോഗം മാറ്റാൻ നമ്മള് ബാബയുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നു. ബാബ പറയണത് ഇനി അടുത്തത്, ശരീരത്തിന്റെ മേൽ വിശ്വാസം വെക്കരുത്. ഈ ദേഹത്തിന്റെ മേലും നമുക്ക് അമിതമായ ആസക്തിയും വേണ്ട, ദേഹത്തിന്റെ മേലും നമുക്ക് വിശ്വാസം വെക്കണ്ട. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെപ്പ വേണമെങ്കിലും തവിട പൊടിയാണ്, എപ്പ വേണമെങ്കിലും കടന്നു പോവാം, പറയാനേ നമുക്ക് പറ്റില്ല അല്ലെ? നമ്മൾ കേട്ടിട്ടില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണാനില്ല പറഞ്ഞു. ഇന്ന് ആരോഗ്യത്തോടുകൂടെയൊക്കെ നന്നായിട്ട് നടക്കണ്ട, നാളെ നോക്കുമ്പോ പാവം കിടക്കുന്നുണ്ടാകും അല്ലെ? കാരണം ഇത് കലിയുഗമാണ്. ഈ കലിയുഗ ലോകത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കും ഒരിക്കലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെതായ സൗന്ദര്യം ഇതിന്റെ മേലൊന്നും നമ്മൾ ഒരുപാട് വിശ്വാസം വെക്കണ്ട. കാരണം ഇതൊക്കെ ഒരു സെക്കൻഡില് തകർന്നു പോകുന്ന സാധനങ്ങളാണ്. ഇന്ന് ബാബ വരദാനം നൽകിയത്. ബാബ വരദാനം നൽകുമ്പോൾ സദ്ഗുരുവാണ്. ആത്മീയ സമ്പത്തുകൾ നൽകുമ്പോൾ ബാബ നമുക്കാരാണ്? അച്ഛനാണ്. ഈശ്വരീയ ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ബാബ നമ്മുടെ സുപ്രീമായിരിക്കുന്ന ടീച്ചറാണ്. ഇനി ഒപ്പം ബാബ നമ്മുടെ ആരാണ്? സത്യമായ ഗുരു, ജഗത് ഗുരു. അതാണ് ശിവബാബ. ബാബ നമ്മുടെ മുന്നിൽ അച്ഛന്റെ രൂപത്തിലാണ്, ബാബ നമ്മുടെ മുന്നിൽ ടീച്ചറുടെ രൂപത്തിലാണ്. ഇനി ബാബയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് സദ്ഗുരു. അപ്പൊ നോക്കൂ, സദ്ഗുരുവായിരിക്കുന്ന ബാബയിൽ നിന്നുള്ള വരദാനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ആ വരദാനങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുകയും വേണം. ഇന്ന് ബാബ കുട്ടികൾക്ക് വരദാനം നൽകിയിരിക്കുന്നത് എന്തെന്നറിയോ? സൈലൻസിന്റെ ശക്തി. എന്താണ്? ശാന്തി ഒരു ശക്തിയാണ്. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്ത ശക്തി അതാണല്ലോ അല്ലെ? ഇന്ന് ആളുകൾക്ക് ബഹളമാണ് അവരുടെ ബലം. പുറമേ കാണുന്ന എന്തൊക്കെയോ അല്ലെ, കായിക ബലം, ബാഹുബലം എന്നൊക്കെ പറയില്ലേ, ഇന്ന് അതൊക്കെയാണ് അവർ ബലമായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളെ, ബാഹുബലമോ കായിക ബലമോ അല്ലെ, ഇതൊന്നും അല്ല ഒരു ബലം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബലം ഇതാണ്, മനസ്സിന്റെ ശാന്തിയുടെ ശക്തി. ഇതിലൂടെ നമ്മുടെ രജിസ്റ്ററിനെ എപ്പോഴും നമ്മൾ ശുദ്ധീകരിച്ചു വെക്കും. അങ്ങനെ ലോകപ്രിയരും പ്രഭു പ്രിയരുമായി നമ്മൾ മാറണം. ഇതാണ് ഇന്ന് ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം. എന്താണ് വരദാനം? എത്ര നല്ലൊരു വരദാന ബാബ പറയണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നമ്മളെ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ചുറ്റും ഒരു ലോകം ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ ബന്ധുമിത്രാദികളല്ലേ നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ ലോകത്തിലുള്ളവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാകണം. അതേപോലെ സർവേശ്വരനും നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് മാറും. ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വന്നതാണ്, നമ്മുടെ ദാദി പ്രകാശ് മണിജി. നിങ്ങളെ പുതിയ കുട്ടികൾ ഒരുപാട് പേർക്ക് അറിയില്ലായിരിക്കും. ദാദി പ്രകാശ് മണിജി എന്ന് പറയുന്നത് ദാദി ജാനകിജിക്ക് മുൻപായിട്ടുള്ള ബ്രഹ്മകുമാരീസിന്റെ മുഖ്യ പ്രശാസികയായിരുന്നു. ബ്രഹ്മബാബയുടെ കാലത്തിന് ശേഷം, ബ്രഹ്മബാബ 1969 വരെക്കാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ദാദി പ്രകാശ് മണിജി ആയിരുന്നു. ദാദി പ്രകാശ് മണിജി 2006 മരിച്ചത്, ശരീരം വിട്ടുപോയത്. അതുവരെയ്ക്കും ദാദിയായിരുന്നു. അപ്പോ ഒരു ഇന്റർവ്യൂലെ ദാദിയോട് ചോദിച്ചു, ദാദി ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ദാദിയോട് ഒരുപാട് പ്രിയമാണല്ലോ, എല്ലാവർക്കും ദാദിയോട് എന്തൊരു സ്നേഹമാണ്. അത് ബാബയെ അറിയുന്ന കുട്ടികളാണെങ്കിലും ശരി, ഇനി ബാബയെ മനസ്സിലാക്കാത്ത കുട്ടികളാണെങ്കിലും ശരി, ദാദി എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഇഷ്ടം, പ്രീതി പിടിച്ചു പറ്റിയിട്ടാണല്ലോ ദാദി മടങ്ങി വന്നിരിക്കുന്നത്. എല്ലാവരുടെ മനസ്സിനെയും ജയിക്കാൻ ദാദിക്ക് എന്താ ടെക്നിക്ക് എന്ന് ചോദിച്ചു. ദാദി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. ദാദി ഒരേ ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞത് ഇതാണ്, എനിക്ക് പ്രഭുവിനോട് സ്നേഹമാണ്, ആ പ്രഭുവിന് എന്നോടും സ്നേഹമാണ്. ഞാൻ ഒരിക്കലും ലോകത്തിലുള്ള മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കാറില്ല, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും പ്രഭുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഒപ്പം എനിക്ക് എല്ലായ്പ്പോഴും ആ പ്രഭുവിന്റെ സ്നേഹത്തിൽ മഗ്നമാകാനും കഴിയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ?
നോക്കൂ, ദാദി മുഴുവൻ വൃക്ഷത്തിനെ പിടിക്കുകയല്ല ചെയ്തത്. ദാദി എന്താ ചെയ്തത്? ആ വൃക്ഷത്തിന്റെ ബീജത്തെ പിടിച്ചു. ഇതായിരിക്കണം നമ്മളും എങ്ങനെയായിരിക്കും? ഭഗവാൻ എന്ന് പറയുന്നത് മുഴുവൻ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജമാണ്. ആ ബീജമായിരിക്കുന്ന ഭഗവാനിൽ എല്ലാം ഉണ്ട്. ആ ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാനെ സ്നേഹിക്കുമ്പോൾ, ഭഗവാന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ സ്നേഹിച്ചു. അവരെ പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിയും. ഇന്ന് ബാബ പറഞ്ഞതും ഇതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം, സ്വച്ഛമായിരിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നും കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ പാടില്ല. ഒന്നും കൊണ്ട് നടക്കരുത്. ചിലര് പറയണ കേട്ടിട്ടില്ലേ, എത്ര വർഷം കഴിഞ്ഞാലും അവര് പറഞ്ഞതും കാണിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ, അല്ലെ? നമ്മൾ അങ്ങനെയാക്കരുത്. നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഇരിക്കണം, അല്ലെ? വര മുഴുവനാകുമ്പോഴേക്കും തന്നെ വെള്ളത്തിൽ വരച്ച വര എന്ത് ചെയ്യും? മാങ്ങിപ്പോയിരിക്കും. ഇതുപോലെ ഇരിക്കണം. ഒരു കാര്യങ്ങള് മനസ്സിൽ കൊണ്ട് നടക്കരുത്. മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് ഒന്ന് മാത്രമായിരിക്കണം, ഭഗവാൻ, ബാബ. ബാബയെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണം. കാര്യങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കാനായിട്ട് പാടില്ല. എങ്കിൽ ബാബ പറഞ്ഞു, ഈ സത്യത, ഈ ശുദ്ധി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ബാബ പറഞ്ഞു, വ്യർത്ഥ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കരുത്. അതുണ്ടായ ലീക്കേജാണ്, ചോർച്ചയാണ്. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറച്ചു തരുന്നു. ആത്മാവില് അമൃതവേളയിൽ ബാബ നിറച്ചു തരുന്നു. ജ്ഞാനമുരളിയിലൂടെ ബാബ നിറച്ചു നൽകുന്നു. ബാബ നിറച്ചു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ്? ലീക്കേജാണ്. അങ്ങനെയാകാനായിട്ട് പാടില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിക്കും. പൂർണ്ണ വിരാമം. ഒരു കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ട. ഇതെന്താ ഇങ്ങനെ? വേണ്ട, ഫുൾ സ്റ്റോപ്പ്, അല്ലേ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്? ആശ്ചര്യചിഹ്നം വേണ്ട, എക്സെട്ര ഇട്ടിട്ട് പോണ്ട. പകരം ബാബ എന്താ പറയുന്നതെന്നറിയോ? ഫുൾ സ്റ്റോപ്പ്. ഡ്രാമ കഴിഞ്ഞത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പോണം. ഇന്ന് ബാബ സ്ലോഗനിൽ പറഞ്ഞത് എന്തെന്നറിയോ? വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? അതും ഒരു അപവിത്രതയാണ്, മനസ്സിന്റെ അശുദ്ധിയാണ്. ഏതുപോലെ നമുക്കറിയാം, ശരീരത്തിൽ എന്തെങ്കിലും കഴുക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെ, അത് തീർച്ചയായിട്ടും എന്താണ്? അപവിത്രതയാണെന്ന് പറയും, അല്ലെ? വസ്ത്രത്തിൽ അഴുക്ക് പുരളുന്നത്. അതേപോലെ തന്നെ മനസ്സിന്റെ അഴുക്ക് എന്ന് പറയുന്നത് എന്താ? വേസ്റ്റ് ചിന്തകളാണ്. മനസ്സിന്റെ അഴുക്ക് എന്ന് പറയുന്നത് അതാണ്, അനാവശ്യ ചിന്തകളാണ്, വ്യർത്ഥ ചിന്തകളാണ്. അതിനാൽ ഈ വ്യർത്ഥ ചിന്തകളെ നമ്മൾ കളയണം. ഇതാണ് ഇന്നത്തെ ബാബയുടെ മഹാവാക്യം. എല്ലാവർക്കും ബാബയുടെ മഹാവാക്യം ഉൾക്കൊള്ളാനും ബാബയുടെ മഹാവാക്യങ്ങൾ മധുരമായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും, അല്ലേ? നമ്മൾ ഈ അവസ്ഥയിലേക്ക് വരണം. ഒരു ദിവസം പോലും എനിക്ക് ഈശ്വരീയ മഹാവാക്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അത്ര നമുക്ക് ഈശ്വരന്റെ മഹാവാക്യങ്ങളോട് നമുക്ക് ലഹരി ഉണ്ടാകണം. ഉണ്ടോ എല്ലാവർക്കും ലഹരി? എല്ലാവർക്കും, അല്ലെ? ഒരു ദിവസം പോലും ബാബയുടെ മുരളി കേൾക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും എനിക്ക് ബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഇനി കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും ശക്തിശാലിയായിട്ട് യോഗം ചെയ്യാം.